ഉണക്കമീൻ ചമ്മന്തിയും ചോറും എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോഴേക്കും കള്ളിക്കാട് വീട്ടിലാട്ടോ. ഇന്നിവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. ബീഫ് കിടന്ന് തിളക്കുന്നുണ്ട്. നവര മീൻകറി, ചൂര മീൻകറി, ഉണക്കമീൻ ചമ്മന്തി, ഒഴിച്ച് കറി, തോരൻ, ചോറ്, കപ്പ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉണക്കമീനും ചമ്മന്തിയും ചോറും കണ്ടപ്പോൾ കൺട്രോൾ പോയി. പിന്നെ അതൊരു പിടിയൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ നെയ്യാർ ഡാമിൽ വിട്ടു കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴേക്കും ഗസ്റ്റുകളും ആരും കാണാനില്ല. അവരെല്ലാം നെയ്യാർ ഡാമിൽ പോയെന്ന് പറഞ്ഞു. പിന്നെ നേരെ നെയ്യാർ ഡാമിൽ വന്നപ്പോഴേക്കും അവരിവിടെ ഇല്ല. അവിടെ തൊട്ടടുത്ത് ഡിയർ പാർക്കുണ്ട്. അവിടെ ഡിയറിനെ കാണാൻ പോയിട്ട് ഇപ്പോൾ വരേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയും മറ്റും ഇരിക്കുന്ന കണ്ടപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് വാങ്ങിച്ചേക്കാമെന്ന് കരുതി ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ വാങ്ങിയിട്ട് നല്ല ഉപ്പും പുളിയും ഒക്കെ ചേർന്നിട്ട് കൊള്ളായിരുന്നു. ഇപ്പോൾ ഈ വക സാധനങ്ങളൊന്നും കാണാൻ പോലും ഇല്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വാങ്ങിച്ചതാണേ. അങ്ങനെ നിന്നപ്പോഴേക്കും അവരെല്ലാവരും എത്തി. ആരാ ഗസ്റ്റ് എന്ന് വെച്ചാൽ ദീപചേച്ചിയുടെ ചേട്ടൻ. അവർ ഗസ്റ്റല്ല, ചേട്ടൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ വൈഫും മോളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നമ്മുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ പിന്നെ നെയ്യാർ ഡാം ഒന്ന് കണ്ടേക്കാന്ന് കരുതി വന്നതാണ്. നമുക്കിവിടെയൊക്കെ കണ്ട് കിടക്കുന്നത് കൊണ്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയെല്ലാം പോകും, എവിടെയെങ്കിലും വന്നൊരു വീഡിയോ പോലും എടുത്തിട്ടില്ലല്ലേ. കാരണം എന്താണ്, നമുക്ക് നെയ്യാർ ഡാമിനോട് വലിയ വിലയില്ല. നമ്മൾ തൊട്ടടുത്ത് ജസ്റ്റ് ഈ കള്ളിക്കാട് വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം പോലും ഇല്ല കേട്ടോ നെയ്യാർ ഡാമിലേക്ക് വരാൻ. അത്രയും അടുത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ലോഡ് പൂച്ച അങ്ങോട്ടേക്ക് പോകാനും തോന്നുന്നില്ല, വീഡിയോ എടുക്കാനും തോന്നുന്നില്ല. അതാണ് സത്യം. പക്ഷേ ഞാനൊരു ദിവസം വീഡിയോ എല്ലാം എടുത്തിടും കേട്ടോ. അങ്ങനെ വന്നിട്ട് അവിടെ കുറച്ച് സമയം കറങ്ങി നടന്ന് എല്ലാം വന്നിട്ട് ചോറ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ചോറുണ്ട്, ബീഫ് കറിയുണ്ട്, മീൻ കറി, നവര മീൻ കറി, ചൂര മീൻ കറി, തോരനുണ്ട്, ഉണക്കമീൻ ചമ്മന്തിയുണ്ട്, അച്ചാറുകളുണ്ട്, ഒഴിച്ചൂട്ടാനുണ്ട്. അങ്ങനെ പല ഇനം കറികളായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ലോഡ് കറി, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടി എങ്ങനെ കഴിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കഴിക്കുകയാണ്. ഞാൻ പിന്നെ ചപ്പാത്തി എല്ലാം വാങ്ങി കേട്ടോ. ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് ചപ്പാത്തിയും ബീഫും കൂടി കഴിക്കാനായിട്ട് കൊതിയായിട്ട് ചപ്പാത്തിയും ബീഫും കൂടി കഴിച്ചത്. ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തിയോ ഗോതമ്പ് പുട്ടോ അല്ലെങ്കിൽ അരിപ്പുട്ടോ ഒക്കെ ഉണ്ടെങ്കിലാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ പുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയും വെച്ച് കഴിച്ചു. എനിക്ക് ചോറും കപ്പയും ബീഫും കൂടിയൊന്നും ഇഷ്ടമല്ല. മീൻ കറി ആയിരുന്നെങ്കിൽ ഞാൻ കഴിച്ചാണ് കേട്ടോ. പ്രീതി ഭയങ്കര വൈബിലാണല്ലോ. ചിലരുണ്ട് കേട്ടോ, നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ എന്നെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് കേട്ടോ. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടം. ചിലപ്പോൾ ഇങ്ങനെ പബ്ലിക്കിലേക്കൊന്നും വരുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതിന് നമ്മൾ വേറെ കുറ്റമൊന്നും പറയുന്നില്ല. എങ്കിലും നമുക്ക് നമ്മുടെ ആളായിട്ടും അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം തോന്നും കേട്ടോ. പക്ഷേ ഇതുപോലെ പ്രീതിയെ പോലുള്ള, അനിലേട്ടനെ പോലുള്ള വ്യക്തികൾ ഭയങ്കര വൈബായിട്ട് നിന്ന് വീഡിയോക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്തായാലും നമുക്ക് ഇത്രയും സപ്പോർട്ട് തരുന്നുണ്ടല്ലോ എന്ന് തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കള്ളിക്കാട് വിശേഷങ്ങൾ എന്ന്